എല്ലാവർക്കും നമസ്കാരം. കോഡിംഗ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റിനെ ഒരു സീരീസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലും ഈ ഒരു വീഡിയോയിൽ എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് അറിഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു ബിഗിനർ ലെവലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും എല്ലാവരും ഒന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ മുന്നോട്ടുള്ള ഓരോ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ്, എങ്ങനെയാണ് അതിന്റെ സിൻടാക്സ്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു സീരീസിൽ ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ സെർവർ സൈഡിലെല്ലാം ഒരു ബാക്ക് എൻഡ് ലാംഗ്വേജ് എന്നുള്ള രീതിയിലേക്ക് ഒരു ജാവാസ്ക്രിപ്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ വൈഡായിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനൊരു ഫ്രണ്ട് എൻഡ് ലെവലിൽ എങ്ങനെ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ കുറേയധികം ട്യൂട്ടോറിയൽ സീരീസ് നമുക്ക് അവൈലബിൾ ആണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ കോഡിംഗ് മലയാളത്തിന്റെ രീതിയിൽ ഈ ഒരു സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയില്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റൽ സെറ്റപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഏതാണ് സോഫ്റ്റ്വെയർ, ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് നോക്കാം. സോ നമ്മളെപ്പോഴും ഗൂഗിൾ ക്രോം ആണ് നമ്മുടെ പ്രൊജക്റ്റുകൾ റെൻഡർ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് കാണാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിന്റെ ഡെവലപ്പർ കൺസോൾ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ഒരു ഔട്ട്പുട്ട് കാണാൻ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം എഴുതണം. നമ്മുടെ സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാം എന്നല്ല, ബേസിക്കലി ഒരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നാണ് എന്നെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രിപ്റ്റുകൾ എഴുതുന്നത് എവിടെയാണെന്നുള്ളതൊക്കെയാണ്. സോ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എല്ലാത്തിനും ഒരു പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് എഴുതാനൊക്കെ ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ടാവും. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പോപ്പുലർ ആയിട്ടുള്ള ഒരു IDE ആണ്. സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ ഈ ഒരു വെബ്സൈറ്റ് code.visualstudio.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു മാക് ആണ് അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബിൽഡുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസ് 11 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ അത് ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നത് ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. സോ അതിൻ്റെ കൂടെ നമുക്ക് മാക്OSലേക്കും ലിനക്സിലേക്കും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വേർഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഏതായാലും ഒരു അത്യാവശ്യം സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അറിയായിരിക്കും, അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. സോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് നമ്മളിവിടെ കോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു IDE എന്ന് പറയുന്നത്. സോ ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. സോ ഈ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡറാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു ഫോൾഡറാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡർ. ഓക്കെ, സോ അതിന് ഞാൻ ചെയ്തത് ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് ഈ ഒരു എവിടെയാണോ ആ ഒരു പ്രോഗ്രാമുകൾ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന അവിടെ പോയിട്ട് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇന്റർഫേസ് അവിടെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്ത് കൊടുത്ത ഫോൾഡർ അതവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഈ ഒരു ഫോൾഡറിലാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഒരു വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് പോലെയുള്ളൊരു ഇന്റർഫേസ് നമുക്ക് എന്തായാലും വേണം. അത് നമ്മുടെ ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, നമുക്ക് ഇതിനൊരു സെർവർ വേണം.
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാമ്പ് അല്ലെങ്കിൽ വാമ്പ്, ലാമ്പ് അങ്ങനെ പല സെർവറുകൾ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നമ്മൾ അതൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ തന്നെ നമുക്ക് കുറേ അധികം എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ ലെഫ്റ്റ് സൈഡിൽ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് എക്സ്പ്ലോറർ, പിന്നെ സെർച്ച്, പിന്നെ സോഴ്സ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, ഡീബഗിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയും. സോ നമുക്ക് ഈ എക്സ്റ്റൻഷൻസിൽ പോയി കഴിഞ്ഞാൽ ഒരു സെർവർ ഉണ്ട്, ലൈറ്റ് സെർവർ എന്ന് പറയും. നമ്മൾ ആ ഒരു സെർവറാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ലൈവ് സെർവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സെർവർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ലൈവ് സെർവർ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സെർവർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകണം. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സെർവറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സെർവർ എന്നുള്ളൊരു ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ സെർവറുകൾക്ക് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ വേറൊരു എക്സ്ട്രാ ആപ്ലിക്കേഷനോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എക്സാമ്പോ ആപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. പകരം ഈ ഒരു പർട്ടിക്കുലർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ പേജസ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾ ആയതിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ ബോട്ടം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ അതിലേക്ക് മൗസ് ഒന്ന് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ടു റൺ ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അത് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ബ്രൗസറിന്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ആക്ച്വലി ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് എഡ്ജ് സോഫ്റ്റ്വെയർ, എഡ്ജ് എന്ന് പറഞ്ഞ ബ്രൗസർ ആണെങ്കിലും നമ്മൾ ഇവിടെ ഈ ഒരു സീരീസിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ക്രോം തന്നെ ഉപയോഗിക്കാം. സോ ഈ ഒരു URL ആണ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ സാധാരണ ഒരു സാമ്പ് എന്ന് പറയുന്ന ഒരു ടൂളൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെർവർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ അതിനുശേഷം നമുക്കൊരു പേജ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. index.html എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു HTML കോഡ് നമ്മളിവിടെ എഴുതാൻ പോകണം. HTML ആണ്, ജസ്റ്റ് നമുക്കൊരു പേജ് വേണം. ആ പേജ് വഴിയാണ് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ. സോ ഞാൻ HTML കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഹെഡ്, ബോഡി എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷേ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ HTML എന്ന ഷോർട്ട് ഹാൻഡ് ടൈപ്പ് ചെയ്തിട്ട് HTML5 എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സജഷൻ ആയിട്ട് വരും. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത് നോക്കാം. ഒരു ഹെഡിങ് ടാഗിൽ ഹെഡിങ് കൊടുത്തിട്ട് നമ്മളൊന്ന് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. സോ ഇവിടെ കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഹെഡിങ് അവിടെ കാണാൻ പറ്റി. പേജ് സോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡേറ്റ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തതാണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു വെബ് സെർവർ റൺ ചെയ്യുന്നത്. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്പെക്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഡെവലപ്പർ കൺസോൾ ആണ് ഈ കാണുന്നത്. ഇതിൽ കൺസോൾ എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ പേജിനെ ഇൻസ്പെക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗുകളൊക്കെ നമുക്കിവിടെ പ്രിന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഇതെല്ലാം നമ്മൾ വരുന്ന ആ ഒരു വീഡിയോസിലെല്ലാം ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്യും. സോ ഈ ഒരു ഇൻസ്പെക്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം. ഇതെല്ലാം ഒരു വെബ്സൈറ്റ് ഡെവലപ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കൺസോള് പല സമയങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എക്സാമ്പിൾ കാണിച്ചത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു സെറ്റപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഒരു പേജിലാണ് ഇനി കോഡുകളെല്ലാം നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ഒരു സാമ്പിൾ പേജ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അതിനുശേഷം നമുക്ക് ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഹാൻഡ്സ് ഓൺ ആണ് അല്ലേ, എങ്ങനെയാണ് അതിനകത്ത് സ്ക്രിപ്റ്റുകൾ എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഈ എൻവയോൺമെന്റ് സെറ്റപ്പ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റപ്പ് എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ സ്ക്രിപ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അത് എങ്ങനെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമെങ്കിലും ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് നമുക്ക് റൺ ചെയ്യാം. അപ്പം ഞാനിവിടെ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു ഹലോ വേൾഡ് എന്നുള്ളൊരു അലേർട്ട് പറഞ്ഞു. ഹലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയാലും നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഹലോ വേൾഡ് കമാൻഡ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഹലോ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അലേർട്ട് എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം ഒരു ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗിനകത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത് സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സെർവർ റൺ ചെയ്യുകയും നമ്മുടെ അലേർട്ട് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റീഫ്രഷ് ആയെന്ന് പറയാൻ കാരണം ഇത് ഈ ലൈവ് സെർവർ നമ്മൾ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്, ലൈവ് സെർവർ റൺ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഞാനത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പേജ് അവിടെ റീഫ്രഷ് ആകും. സോ നമുക്കൊന്നുകൂടി ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് അവിടെ അലേർട്ട് ബോക്സ് പോലെ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മളവിടെ റൈറ്റ് ചെയ്ത് അതിനെ സേവ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ കണ്ടു. ഈ ഒരു രീതിയിൽ നമ്മൾ ഹലോ വേൾഡ് എന്നുള്ളൊരു കമന്റ്, ഒരു അലേർട്ട് നമ്മളിവിടെ കണ്ടു. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഒരു പർട്ടിക്കുലർ പേജിലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന സ്ക്രിപ്റ്റിംഗ് എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നത്. മാത്രമല്ല എങ്ങനെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്, ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ, ഇതെല്ലാം നമ്മൾ ഈ ഒരു വെബ് പേജിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് കാരണം നമ്മളെപ്പോഴും ഇനിഷ്യലി കൂടുതലായിട്ടും ഈ ഫ്രണ്ട് എൻഡ് പർപ്പസസിനാണ് നമ്മൾ ഈ പറയുന്ന സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് എൻഡിൽ എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സീരീസ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. പ്രിന്റിംഗ് അല്ല, ആക്ച്വലി ഇതൊരു അലേർട്ടാണ്. പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഹെഡിങ് എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് അവിടെ ഹലോ വേൾഡ് എന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതല്ല, നമ്മൾ ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ഈ കൺസോൾ എന്ന് പറഞ്ഞല്ലോ, കൺസോൾ നമ്മൾ വളരെ കൂടുതലായിട്ടും ഉപയോഗിക്കും. എന്താന്നുള്ളത് പറഞ്ഞു തരാം. അപ്പൊ ഈ അലേർട്ട് എന്ന് പറയുന്നത് നമ്മളിത് ഒരു ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നതാണ്. ഇത് ഓക്കെ പ്രസ് ചെയ്താൽ മാത്രമേ ഈ പേജ് ബാക്കി റെൻഡറായി വരും. അതല്ല, ചില കേസസിൽ നമുക്ക് സ്ക്രിപ്റ്റുകളൊക്കെ എഴുതുമ്പോൾ ചില ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ലോഗിങ് എന്ന് പറയും. അതായത് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് വേരിയബിളോ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ലോഗ് ചെയ്ത് കാണാൻ പറ്റും. ഇതൊക്കെ ആക്ച്വലി ഞാൻ ജസ്റ്റ് പറയുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവണം എന്നില്ല. നമ്മൾ വരുന്ന വീഡിയോസിലല്ല ഇത് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആ സമയത്ത് കൃത്യമായിട്ട് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ഹലോ വേൾഡ് ഇവിടെ നമ്മൾ ലോഗ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇപ്പൊ ഈ ലോഗ് എവിടെ വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ പേജ് ഒന്നുകൂടെ റീലോഡ് ചെയ്യുന്നു. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഇതിലൊരു സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. നമ്മളിവിടെ ഇൻഫോ വാർണിംഗ്സ് ഒന്ന് കളഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഹലോ വേൾഡ് എന്ന് വന്നിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇനി അതല്ലാതെ ഞാൻ വീണ്ടും ഒരു ടെക്സ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്. കോഡിംഗ് മലയാളം എന്ന് ടൈപ്പ് ചെയ്യുന്നു. സോ ഇത് റീലോഡ് ചെയ്തതിന് ശേഷം 2 ടെക്സ്റ്റും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു മെസ്സേജും കൂടി നമുക്ക് കൊടുക്കാം. ഇത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി വീഡിയോസ് എല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽസ് ആയിട്ട് മറ്റ് ലാംഗ്വേജ് ട്യൂട്ടോറിയൽസ് ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം.
സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഇനിഷ്യൽ സെറ്റപ്പ്, നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൂൾസ് വേണം എന്നുള്ളത്. നമ്മൾ ആകെ ആക്ച്വലി ഇവിടെ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞ ഒരു ടൂൾ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബ്രൗസർ നമുക്ക് വേണം. ഞാനിവിടെ ഗൂഗിൾ ക്രോം സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. മറ്റ് ബ്രൗസർ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാ ബ്രൗസറിലും JavaScript റൺ ചെയ്യും. സോ ഈ ഒരു സെറ്റപ്പ് എല്ലാവരും ചെയ്തു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും പരമാവധി വീഡിയോസ് കാണാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് വലിയ ഡിലേസ് ഒന്നും വരാതെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പരമാവധി ഉണ്ടാവുമെന്ന് കരുതുന്നു. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.